ഓം നാരായണായ പരിപൂർണഗുണാർണവായ വിശ്വോദയസ്ഥിതിലയോ നിയതിപ്രദായ ജ്ഞാനപ്രദായ വിബുധാസുരസൗഖ്യദുഃഖസത്കാരണായ വിതതായ നമോ നമസ്തേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. ഹരി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടുവരുന്നത് പർവ്വസംഗ്രഹ പർവമാണ്. അതിൻ്റെ തുടർച്ചയായി ഇനി ഓരോ പർവ്വങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും പറയുന്നു. സൂതൻ തുടരുന്നു. ആദ്യം അനുക്രമണികാപർവം, പിന്നെ പർവ്വസംഗ്രഹം, പൗഷ്യം, പൗലോമം, ആസ്തികം, ആദ്യ വംശാവതരണം, പിന്നെ സംഭവപർവം. സംഭവപർവം അത്യുന്മേഷകരമാണ്. പിന്നെ ജതുഗൃഹപർവം, ഹിഡിംബവധപർവം, ഭഗവധപർവം, ചൈത്രരഥപർവം, പാഞ്ചാലി സ്വയംവരം, ക്ഷാത്രധർമ്മജയത്തോടുകൂടിയ വൈവാഹികം, വിദുരാഗമനം, രാജ്യലാഭം, അർജുന വനവാസം, സുഭദ്രാഹരണം, ഹരണാഹരണം, ഖാണ്ഡവദാഹം, മയദർശനപർവം ഇവ അടങ്ങിയിരിക്കുന്നു. പിന്നെ സഭാപർവമാണ്. അതിൽ സഭാക്രിയാപർവം, മന്ത്രണപർവം, ജരാസന്ധവധപർവം, ദിഗ്വിജയപർവം, രാജസൂയികപർവം, അർഘാഭിഹരണം, ശിശുപാലവധം, പിന്നെ ദ്യൂതപർവം, അനുദ്യൂതം ഇങ്ങനെ തുടരുന്നു. പിന്നെ ആരണ്യകപർവമാണ്. കിർമീരവധപർവം, അർജുനാഭിഗമനപർവം, ഈശാർജുനരണം ചേർന്ന കൈരാതകപർവം, ഇന്ദ്രലോകാഭിഗമനപർവം, നളോപാഖ്യാനപർവം. ഇത് ധർമ്മകാരുണ്യമണ്ഡിതമാണ്. അതിനുശേഷം തീർത്ഥയാത്രാപർവം, ജടാസുരവധപർവം, ഭീമന്റെ യക്ഷയുദ്ധം, ജടാസുരവധം, നിവാതകവചവധം, പിന്നെ അജഗരം, മാർക്കണ്ഡേയ സമസ്യ, ദ്രൗപദി സത്യഭാമ സംവാദം, ഘോഷയാത്രാപർവം, മൃഗസ്വപ്നോദ്ഭവം, വ്രീഹിദ്രൗണീകം, ദ്രൗപദീഹരണം, ജയദ്രഥവിമോക്ഷണം, പതിവ്രതയായ അരക്തി പറയുന്ന അദ്ഭുതകരമായ സാവിത്രി കഥ, രാമോപാഖ്യാനം. അതിനുശേഷം കർണന്റെ കുണ്ടലാഹരണം, ആരണേയം, വൈരാട്ടം, പാണ്ഡവപ്രവേശം, സമയപാലനം, കീചകവധം, ഗോഗ്രഹണം, അഭിമന്യുത്തരാപാണിഗ്രഹണം, പിന്നെ അത്യന്തമഹിമാദ്ഭുതകരമായ ഉദ്യോഗപർവം. പിന്നെ സഞ്ജയയാനം, പ്രജാകരം, ആധ്യാത്മ പ്രദർശനമയമായ സനൽ സുജാതപർവം, യാനസന്ധി, ഭഗവത്യാനപർവം, മാതല്യുപാഖ്യാനം, ഗാലവ്യാഖ്യാനം, സാവിത്രം, വാമദേവം, വൈണോപാഖ്യാനം, ജാമദഗ്നം, ഷോഡശരാജകം, കൃഷ്ണന്റെ സഭാപ്രവേശം, വിതുളാപുത്രാശനം, കർണനോടുള്ള ഉത്തമമായ വിവാദം, കുരുപാണ്ഡവപ്പടയുടെ നിര്യാണം, രഥാതിരഥ സംഖ്യാനം, ക്രോധവിവർദ്ധനമായ ഉദൂകല ദൂതാഗമനപർവം, അദ്ഭുതകരമായ അംബോപാഖ്യാനം, ഭീഷ്മാഭിഷേചനം, ജംബൂഖണ്ഡ വിനിർമാണം, ഭൂമിപർവം, ദ്വീപവിസ്താരപർവം, ഭഗവദ്ഗീതാപർവം, ഭീഷ്മവധം, ദ്രോണാഭിഷേചനം, സംശപ്തകവധം, അഭിമന്യുവധം, പ്രതിജ്ഞാപർവം, ജയദ്രഥവധം, ഘടോത്കചവധം, രോമഹർഷണമായ ദ്രോണവധം, നാരായണാസ്ത്രമോക്ഷം, പിന്നെ കർണപർവം, ശല്യപർവം, ഹൃതപ്രവേശനം, ഗദായുദ്ധം, സാരസ്വതപർവം, തീർത്ഥവംശാനുകീർത്തനം, മഹാരൗദ്രമായ സൗപ്തികപർവം, ഐഷീകം, ജലപ്രദാനീകം, സ്ത്രീപർവം, കുരുകളുടെ ഗതിക്കുള്ള ശ്രാദ്ധപർവം, ബ്രഹ്മണാകൃതി, രക്ഷസായ ചാർവാകന്റെ വധം, ധർമ്മപുത്രന്റെ അഭിഷേചനം, ഗ്രഹവിഭാഗം, ശാന്തിപർവം, രാജധർമാനുശാസനം, ആപദ്ധർമ്മപർവം, മോക്ഷധർമ്മം, ശുകപ്രശ്നാഭിഗമനം, ബ്രഹ്മപ്രശ്നാനുശാസനം, പ്രാദുർഭാവം, മായദുർവാസാവുമയിത ഭാഷണം, അനുശാസനികാഖ്യാനം, ഭീഷ്മസ്വർഗാരോഹണം, വിശ്വപാപവിമോചനമായ അശ്വമേധപർവം, അനുഗീത, ആശ്രമവാസം, പുത്രദർശനം, നാരദാഗമനം, ദാരുണവും ഘോരവുമായ മൗസലം, മഹാപ്രസ്ഥാനികം, സ്വർഗാരോഹണം, പിന്നെ ഹരിവംശം, വേറെ ഖിലപുരാണം, വിഷ്ണുപർവം, ബാലചരിയ, വിഷ്ണുവിൻ്റെ കംസനിഗ്രഹം, ഭവിഷ്യൽപർവം. ഇപ്രകാരം 100 പർവം വ്യാസൻ പറഞ്ഞു. ലോമഹർഷണനായ സൗതി നൈമിഷാരണ്യത്തിൽ പറഞ്ഞ പർവങ്ങൾ 18 ഭാരതത്തിൽ ചേർത്ത അതിൻ്റെ സാരമാണ് ഈ പർവസംഗ്രഹം. പൗഷ്യം, പൗലോമം, ആസ്തികം, ആദിവംശാവതരണം, സംഭവം, ജതുഗ്രഹം, ഹിഡിംബബകനിഗ്രഹം, അപ്രകാരം ചൈത്രരഥം, പാഞ്ചാലി സ്വയംവരം, ക്ഷാത്രധർമ്മപ്രകാരം ജയിച്ച് വന്നുചേർന്ന വൈവാഹികം,
വിതുരാഗമനം, രാജ്യലാഭം, അർജുനന്റെ തീർത്ഥയാത്ര, സുഭദ്രാഹരണം, ഹരണാഹരണം, ഖാണ്ഡവദാഹം, മയദർശനം ഇതൊക്കെ ആദിപർവത്തിലാണ്. പൗഷ്യത്തിൽ ഉദങ്ങന്റെ പുണ്യമാഹാത്മ്യവർണ്ണനം, ആസ്തികത്തിൽ സർവനാഗപതീന്ദ്രന്മാരുടെയും ഗരുഡന്റെയും ഉദ്ഭവം, പാലാഴിമഥനം, ഉച്ചൈസ്രവസിന്റെ കഥ, സർപ്പസത്രം ചെയ്ത ജനമേജയന്റെ കഥ എന്നിവ പറഞ്ഞിരിക്കുന്നു. സംഭവത്തിൽ ഭാരതരായ മഹാന്മാരുടെ എല്ലാവരുടെയും മറ്റു ശൂരന്മാരുടെയും വ്യാസമഹർഷിയുടെയും പലമട്ടായ സംഭവങ്ങൾ യഥാക്രമം പറഞ്ഞിരിക്കുന്നു. അംശാവതരണത്തിൽ ദേവതാ അംശാവതാരവും ദൈത്യദാനവ യക്ഷാദികളായ അത്യുഗ്രവീരന്മാരുടെ വംശജന്മവും നാഗങ്ങൾ, പന്നകങ്ങൾ, ഗന്ധർവന്മാർ, പക്ഷീന്ദ്രന്മാർ എന്നിവരുടെ ജന്മവും കണ്വാശ്രമത്തിൽ വെച്ച് ദുഷ്യന്തനന് ശകുന്തളയിൽ മഹാനായ ഭരതൻ ജനിച്ചതും അടങ്ങിയിരിക്കുന്നു. ഈ ഭരതൻ വഴിക്കാണ് ഭാരതകുലമുണ്ടായത്. വസുക്കൾ ഗംഗാദേവിയിൽ ശന്തനു നൃപാലയത്തിൽ ജനിച്ചതും പിന്നീട് സ്വർഗം പ്രാപിച്ചതും, ഭീഷ്മൻ അപ്രകാരം ജനിച്ചതും, രാജ്യം ഉപേക്ഷിച്ചതും, ബ്രഹ്മചര്യത്തിൽ നിഷ്ഠയുറച്ചതും, പ്രതിജ്ഞ രക്ഷിച്ചതും, ചിത്രാംഗത രക്ഷയും, വിചിത്രവീര്യന് രാജ്യം കൊടുത്തതും, അണിമാണ്ഡവ്യശാപം കൊണ്ട് ധർമ്മൻ മർത്യജന്മമെടുത്തതും, വരബലത്താൽ ധൃതരാഷ്ട്രൻ, പാണ്ഡു എന്നിവർ വ്യാസസുതന്മാരായി പിറന്നതും, വാരണാവത യാത്രയ്ക്ക് ദുര്യോധനന്റെ കുതന്ത്രവും ചതിയായി പാണ്ഡവന്മാരെ ധൃതരാഷ്ട്രർ അയച്ചതും, പോകും വഴിക്ക് വിതുരൻ ധർമ്മപുത്രന് മ്ലേച്ഛഭാഷയിൽ ഹിതം പറഞ്ഞുകൊടുത്തതും, വിതുരന്റെ വാക്കുമൂലം തുരങ്കം നിർമ്മിച്ചതും, 5 മക്കളോടും കൂടി വന്ന നിഷാന്താംഗതനെയും പുരോചനനെയും ചുട്ട് അരക്കില്ലം എരിച്ചതും, ഹിഡുംബിയെ കൊടുങ്കാട്ടിൽ പാണ്ഡവന്മാർ കണ്ടതും, ഹിഡുംബനെ ഭീമസേനൻ അടിച്ചുകൊന്നതും, അവിടെ വെച്ച് ഘടോത്കചൻ ജനിച്ചതും, മഹാതപസ്വിയായ വേദവ്യാസനെ കണ്ടതും, അദ്ദേഹം പറഞ്ഞ പ്രകാരം ഏകചക്രത്തിൽ ബ്രാഹ്മണാലയത്തിൽ ആരുമറിയാതെ വസിച്ചതും, ഭഗനെ കൊന്നതും, നാട്ടുകാർ അത്ഭുതപ്പെട്ടതും, പാഞ്ചാലിയുടെയും ദൃഷ്ടദ്യുമ്നന്റെയും ജന്മവും, പാണ്ഡവന്മാർ പാഞ്ചാല രാജ്യത്തു പോയതും വിസ്തരിക്കുന്നു. ശേഷം അർജുനൻ ഗംഗാതീരത്തിൽ അങ്കാരവർണ്ണനെ ജയിച്ചതും, അവനുമായി സഖ്യമായതും, താപത്യം, വാസിഷ്ഠം, ഔരവം എന്നീ കഥകൾ കേട്ടതും, ജ്യേഷ്ഠാനുജന്മാർ ഒന്നിച്ച് പാഞ്ചാലപുരിയിലെത്തിയതും, ഫാൽഗുനൻ ലക്ഷ്യം ഭേദിച്ച് പാഞ്ചാലിയെ നേടിയതുമൂലം ഭീമാർജുനന്മാർ കോപിച്ച് ഏറ്റ നൃപന്മാരെയും കർണൻ, ശല്യൻ മുതലായവരെയും മല്ലടിച്ച് ജയിച്ചതും, അവരുടെ അമേയമായ കയ്യൊക്കു കണ്ട പാണ്ഡവന്മാരാണെന്ന് വിചാരിച്ച് രാമകൃഷ്ണന്മാർ രസത്തോടെ കുശവാലയിൽ കൂടിക്കാഴ്ചയ്ക്ക് ചെന്നതും, 5 പത്നി ഒന്നാകാൻ പാഞ്ചാലൻ ശങ്കിച്ചതും, പഞ്ചേന്ദ്രിയോപാഖ്യാനം അപ്പോൾ മുനി പറഞ്ഞതും, ദേവകൽപ്പമായി ചിന്തിച്ച് ദ്രൗപദിയെ അവർ വേളി കഴിച്ചതും, ധൃതരാഷ്ട്രൻ വിതുരനെ പാണ്ഡവന്മാരുടെ അടുത്തേക്ക് അയച്ചതും, വിതുരൻ പറഞ്ഞതും, പിന്നെ കൃഷ്ണനെ കണ്ടതും, ഖാണ്ഡവപ്രസ്ഥത്തിൽ പകുതി രാജ്യം കൊടുക്കുന്നതും, നാരദൻ പറഞ്ഞതനുസരിച്ച് ദ്രൗപദിയെക്കുറിച്ച് ചില ചിട്ടകൾ നിശ്ചയിച്ചു വച്ചതും, സുന്ദോപസുന്ദോപാഖ്യാന കഥ പറഞ്ഞുകൊടുത്തതും, പിന്നെ പാഞ്ചാലിയോട് കൂടിയിരുന്ന യുധിഷ്ഠിരന്റെ അടുത്ത് അർജുനൻ ബ്രാഹ്മണൻ കാരണം വില്ലെടുക്കാൻ പോയതും, സ്വനിശ്ചയം കാത്ത് തീർത്ഥയാത്രയ്ക്ക് പോയതും, ഉലൂപിയെ തീർത്ഥയാത്രക്കാലത്തു വരിച്ചതും, പുണ്യതീർത്ഥം ചുറ്റിയതും, ബഭ്രുവാഹൻ ജനിച്ചതും, വിപ്രശാപത്താൽ മുതലകളായി കിടന്ന 5 അപ്സര സ്ത്രീകളെ പഞ്ചാപ്സരസ്ഥലത്തിൽ നിന്നു കയറ്റിവിട്ട് മോക്ഷം കൊടുത്തതും, ജിഷ്ണുപ്രഭാസത്തിൽ വെച്ച് കൃഷ്ണനോട് ഒത്തുചേർന്നതും, ദ്വാരകയിൽ ചെന്ന സുഭദ്രയെ കൃഷ്ണന്റെ സമ്മതത്തോടുകൂടി വരിച്ചതും, സ്ത്രീജനങ്ങളോടുകൂടിയ മാധവൻ വന്നതിനുശേഷം സുഭദ്രയിൽ മഹാവീരനായ അഭിമന്യു ജനിച്ചതും, പാഞ്ചാലി നന്ദന്മാർ 5 പേർ ജനിച്ചതും, കൃഷ്ണാർജുനന്മാർ യമുനാതീരത്തിൽ രമിക്കുമ്പോൾ ചക്രവും ചാപവും ലഭിച്ചതും, ഖാണ്ഡവം എരിച്ചതും, മയനും നാഗവും ഘോരമായ അഗ്നിയിൽ നിന്ന് ഒഴിഞ്ഞതും, മന്ദാബല മഹർഷിക്ക് ശാർംഗീപുത്രന്മാർ ജനിച്ചതും, ഇതൊക്കെ ആദിപർവത്തിൽ വിസ്തരിച്ചു പറഞ്ഞിട്ടുണ്ട്. ഈ പർവത്തിൽ 227 അധ്യായങ്ങളിലായി ഇവ പറഞ്ഞിരിക്കുന്നു. 8884 ശ്ലോകങ്ങളാണ് മഹർഷിയായ വ്യാസൻ ഇതിവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഹരി